ഇന്ന് നല്ലൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല വെള്ള കൊഞ്ച് കിട്ടിയിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് മസാല പുരട്ടാം. ആവശ്യത്തിന് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പെരിഞ്ചീരകപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എണ്ണ കൊടുത്ത് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കിട്ടിയപ്പോഴത്തേനും നമ്മൾ കുറച്ച് എണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മൾ കൊഞ്ച് വറുത്ത എണ്ണ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം തക്കാളിക്കായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ച് കൊഞ്ചും കൂടെ ഇട്ടൊന്ന് ചെറു ചൂടുവെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കൊടുക്കണം. 5 മിനിറ്റ് ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊഞ്ച് റോസ്റ്റ് റെഡി.